അനുമോളുടെ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ തന്നെ ചില ചടങ്ങുകളും ചില കാര്യങ്ങളും ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടില്ല. അതിന്റെ ചിത്രങ്ങളൊക്കെ ഞാൻ ഇനി പങ്കുവെക്കും. അത് പങ്കുവെക്കുമ്പോൾ ഇതെന്തിനാണ് ഒളിപ്പിച്ചു വെച്ചതെന്നും ഇത്രയും നാളും എന്തിനു ഒളിപ്പിച്ചു വെച്ചു എന്നൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കരുത്. ഇതായിരുന്നു അനുമോൾ പറഞ്ഞത്. അപ്പോഴേ പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു മറ്റ് ചടങ്ങുകളെല്ലാം തന്നെ ഇതിനു മുൻപ് കഴിഞ്ഞുവെന്നും അനുമോൾ അതെല്ലാം ഒളിപ്പിച്ചു വെക്കുകയായിരുന്നുവെന്നും. മാസങ്ങൾക്ക് മുൻപ്, അതായത് മാർച്ച് മാസത്തിലായിരുന്നു അനുമോളുടെയും ഭുവനേഷിന്റെയും എൻഗേജ്മെന്റ് നടന്നത് എന്നതാണ് ഇപ്പോൾ അറിയുന്നത്. അതും പക്കാ തമിഴ് രീതിയിലായിരുന്നു അനുമോളുടെയും ഭുവനേഷിന്റെയും എൻഗേജ്മെന്റ് അന്ന് അരങ്ങേറിയതും. ഒരിക്കൽ ദിയയുടെ പെണ്ണുകാണൽ ചടങ്ങിൽ അശ്വിനും അശ്വിന്റെ വീട്ടുകാരും തമിഴ് രീതിയിലെ ചില ചടങ്ങുകൾ നടത്തിയത് എല്ലാവർക്കും ഓർമ്മ കാണും. അതുപോലെ ചില ചടങ്ങുകൾ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭുവനേഷിന്റെ വീട്ടിൽ നിന്നും നടത്തിയത്. അതെല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് അനുമോൾ കണ്ടുകൊണ്ടിരുന്നതും. അനുമോളുടെ വീട്ടിലേക്ക് തന്നെയാണ് അവർ എത്തിയത്. അനുമോൾ അവിടെ ഒരുങ്ങി നല്ല സുന്ദരിയായി നിൽക്കുമ്പോഴും പൂച്ചെണ്ടുകളുമായി ഭുവനേഷിനെ സ്വീകരിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം. സ്വർണവും പഴങ്ങളും പച്ചക്കറികളുമുള്ള വിഭവങ്ങൾ കൊണ്ട് ഒരു തട്ടിൽ ജാതകവും അതുപോലെ മോതിരവും കൈമാറിയാണ് ഇവർ ആ ചടങ്ങ് നടത്തുന്നത്. ഇതെല്ലാം പ്രത്യേകമായിട്ടുള്ള ചടങ്ങുകൾ തന്നെയാണെങ്കിലും എല്ലാവരും ഇതിപ്പോൾ ഒരുമിച്ചാണ് നടത്താറുള്ളത്. അനുമോളുടെ വീട്ടിലും ഇത് തന്നെയാണ് നമ്മൾ കണ്ടത്. ഭുവനേശ്വർ ഒരു തമിഴ് കുടുംബമായതുകൊണ്ട് തന്നെ അവരുടെ രീതി പ്രകാരമാണ് പഴവർഗ്ഗങ്ങളും സ്വർണവുമായി തളികയിൽ എത്തുന്നത്. പെൺവീട്ടിലേക്ക് പെണ്ണിനെ സ്വീകരിക്കാനും പെണ്ണിന്റെ കാര്യങ്ങൾ നടത്താനും നിശ്ചയമായിട്ടും ഉറപ്പിക്കലുമായിട്ടും തമിഴ് രീതിയിൽ ഇത്തരം ചടങ്ങുകൾ നടത്താറുണ്ട്. അത് തന്നെയാണ് അനുമോളുടെ വീട്ടിൽ നടന്നത്. എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയും ചെയ്തു.